തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ പൊതുചർച്ചയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. PM ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോയപ്പോൾ തിരുത്തൽ ശക്തിയായി മാറേണ്ട ഡിവൈഎഫ്ഐ മൗനം പാലിച്ചുവെന്ന് വിമർശനം. സംസ്ഥാന സെക്രട്ടറി VK സനോജ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടുമേലും സംഘടനാ റിപ്പോർട്ടുമേലുമുള്ള പൊതുചർച്ചയിലാണ് പ്രതിനിധികൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ജൻസികളെ കൂടുതലായി സംഘടനയിലേക്ക് ആകർഷിക്കാൻ നേതാക്കൾ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പ്രവാട ചന്ദ്രശേഖരനെ DGP മുൻ LDF സർക്കാർ നിയമിച്ചപ്പോൾ DYFI സംസ്ഥാന നേതൃത്വം മൗനം പാലിച്ചുവെന്നും വിമർശനം ഉയർന്നു. കൂത്തുപറമ്പ് രക്തസാക്ഷികളെ നേതൃത്വം മാറുന്നു എന്നും പ്രതിനിധികൾ ചോദിച്ചു. CJP സമരത്തിന്റെ മുന്നണിയിൽ DYFI ഉണ്ടാകണമായിരുന്നുവെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. നേതാക്കളുടെ വസ്ത്രധാരണത്തിൽ പോലും മാറ്റം അനിവാര്യമാണ്. DYFI ഇല്ലാതാകുന്ന വനിതാ സാന്നിധ്യം വർദ്ധിപ്പിക്കണം. നേതാക്കളായി എത്തുന്നവരിൽ പലർക്കും പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾ ഇല്ലെന്നും ഈ തലമുറയിലെ DYFI നേതാക്കൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ഡൽഹിയിൽ രൂപം കൊണ്ട പാറ്റ സമര മാതൃകയിൽ രാജ്യമാകെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ DYFI തയ്യാറാകണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സമ്മേളനം ശനിയാഴ്ച സമാപിക്കും.